സംസ്കാരം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വിമുഖത കാട്ടുന്നവയാണ്. ഒരു ചെറിയ സംഭവത്തോടെ ആരംഭിക്കാം. ഒരിക്കൽ ഒരു യഹൂദ റബി പങ്കെടുത്ത യോഗത്തിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായി പന്നിയും ഉണ്ടായിരുന്നു. ഏതോ രസം കൊല്ലി ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കാൻ റബിയോട് ആവശ്യപ്പെട്ടു. റബി ഇങ്ങനെ പ്രാർത്ഥിച്ചത്രേ: ദൈവമേ, പഴയ നിയമത്തിൽ അങ്ങ് ശപിച്ചതിനെ പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കാമെങ്കിൽ ഈ പന്നിയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ പോയി. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരുടെ നീണ്ട തലമുടിയെക്കുറിച്ചാണ്. കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും എല്ലാ കാലത്തെയും കീറാമുട്ടിയാണ് നീണ്ട തലമുടി. ക്രിസ്തീയ മത നേതൃത്വങ്ങൾക്ക് ഇതൊരു അച്ചടക്കത്തിൻ്റെ വിഷയം കൂടിയാണ്. പുരുഷന്മാർക്ക് നീണ്ട തലമുടി ചരിത്രത്തിൽ ഏറ്റവും അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ഹിപ്പികളിലൂടെയും മെറ്റൽ റോക്ക് സംഗീതജ്ഞരിലൂടെയും ആയതുകൊണ്ടാകാം നീണ്ട തലമുടി ഇന്ന് നിഷേധത്തിൻ്റെ പ്രതീകമായി പോയത്. വടക്കേ അമേരിക്കൻ ഗോത്രവർഗക്കാർക്ക് നീണ്ട തലമുടി ശാരീരികവുമായ ആരോഗ്യത്തിൻ്റെ പ്രതീകമായിരുന്നു. മുടിമുറിക്കൽ പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സൂചകവും. ഇന്ത്യയിലെ സിഖ് സമൂഹം നീണ്ട തലമുടി ഭക്തിയുടെ ഭാഗമായി കരുതുന്നു. ജമൈക്കയിൽ 1930 ആരംഭിച്ച റസ്തഫാരി സമൂഹത്തിൽ നീണ്ട മുടി ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. വൈക്കിംഗ്, ഗോത്ത്, ലൊംബാർഡ് എന്നീ സമൂഹങ്ങളിൽ നീണ്ട തലമുടി പൗരുഷം, യോദ്ധാവ് എന്നിവയുടെ പ്രതീകമാണ്. ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിലെ ഹൈന്ദവ സമൂഹത്തിൽ മുനിമാർക്ക് നീണ്ട മുടി ബഹുമാന സൂചകമാണ്. കെനിയ, ടാൻസാനിയ രാജ്യങ്ങളിലെ മസായി പോരാളികൾ, ജപ്പാനിലെ സമുറായികൾ, പുരാതന ഗ്രീക്കുകൾ, ന്യൂസിലാൻഡിലെ മവോറികൾ ഇവരെല്ലാം പുരുഷന്മാരുടെ നീണ്ട തലമുടി ബഹുമാനമായി കരുതിയിരുന്നു. യഹൂദന്മാർക്ക് നീണ്ട തലമുടി വേണ്ട നാസിർ വ്രതത്തെക്കുറിച്ച് അവരുടെ ന്യായപ്രമാണം പറയുന്നു. സംഖ്യാപുസ്തകം 6-5 ജനനം മുതൽ നാസിർ വ്രതമെടുത്ത ശിംശോന്റെ ചരിത്രം വേദപുസ്തകം പറയുന്നു. ന്യായപ്രമാണം 16 ന്യായാധിപന്മാരുടെ പുസ്തകം 16 നാസിർ വ്രതക്കാരൻ തലമുടി മുറിക്കുന്നില്ല. ശമൂവേൽ പ്രവാചകൻ മരണം വരെ നാസിർ വ്രതം അനുഷ്ഠിച്ച പ്രവാചകനാണ്. 1 ശമൂവേൽ 1:11. ദാവീദിന്റെ മകൻ അബ്ശാലോമിന് നീണ്ട തലമുടി ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ തല ക്ഷൗരം ചെയ്തു. അപ്പോസ്തല 18:18 എന്നെഴുതിയിരിക്കുന്നു. ഈ വ്രതം നാസിർ വ്രതമായിരുന്നുവെന്ന് വേദപണ്ഡിതന്മാർ സംശയിക്കുന്നു. കൊരിന്ത്യൻ സഭയിൽ പുരുഷന്മാർ തലമുടി നീട്ടുന്നതിനെ പൗലോസ് അപ്പോസ്തലൻ അനുകൂലിക്കുന്നില്ല. 1 കൊരിന്ത്യർ 11:14. ഏദൻ തോട്ടത്തിൽ മനുഷ്യനുണ്ടായിരുന്ന സ്വാതന്ത്ര്യം പോലും വ്യവസ്ഥാപിത മതസമൂഹങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. പുരുഷന്മാരുടെ നീണ്ട തലമുടി മാന്യതയായി കരുതിയിരുന്ന മതസമൂഹങ്ങളും മറ്റ് പ്രാദേശിക സമൂഹങ്ങളും ചരിത്രത്തിൽ കാണാൻ കഴിയും എന്ന അറിവ് മാത്രം ഇവിടെ പങ്കുവയ്ക്കുന്നു.